ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും ദൈവനീതിയുടെ മുമ്പാകെ പാപം ചെയ്ത് ഒരുപോലെ ശിക്ഷായോഗ്യരാണ്. എന്നാൽ അതിൽ ചിലരോട് ദൈവത്തിനൊരു ദയവ് തോന്നുന്നു. സർവ്വത്തിന്മേലും അധികാരമുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണത്. ഒരു രാജാവ് തൻ്റെ പ്രജകളിൽ നിന്ന് ഒരു കുട്ടിയെ തനിക്ക് മകനായി ദത്തെടുത്താൽ അത് കൃപയാൽ അവന് ലഭിക്കുന്ന ഒരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ആ രാജ്യത്തിലുള്ള മറ്റു കുട്ടികളോട് രാജാവ് അനീതി ചെയ്തുവെന്ന് പറയുവാൻ കഴിയില്ല. അത് ആ കുട്ടിയുടെ അർഹത കൊണ്ട് ലഭിച്ച പദവിയല്ല. രാജാവിന് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമായി, അത്രയേ ഉള്ളൂ. ദൈവം അരുളി ചെയ്യുന്നു, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും ആഴത്തിലും മനസ്സിലാക്കുവാൻ കേവലം മനുഷ്യബുദ്ധിയിൽ സാധ്യമല്ല. ദൈവം അനുവദിക്കുന്നതിനപ്പുറം ഒന്നും ഗ്രഹിക്കുവാൻ മനുഷ്യന് കഴിയില്ല. ഒരു അർഹതയും ഇല്ലാതിരുന്നിട്ടും ദൈവം കൃപയാൽ തിരഞ്ഞെടുത്തു എന്നതാണ് യാക്കോബിന് ലഭിച്ച സൗഭാഗ്യം. ദൈവം തന്നെ തിരഞ്ഞെടുക്കുവാൻ തന്നിൽ സ്വതവേ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ മഹാകരുണ അളവില്ലാതെ യാക്കോബിന് ലഭിച്ചു. അതുകൊണ്ട് ദൈവം യാക്കോബിനെ പൂർണ്ണമായും ദൈവഹിതത്തിന് അനുരൂപമായി പണിതെടുത്തു. ദൈവം തിരഞ്ഞെടുത്ത യാക്കോബ് സാധുശീലനും കൂടാരവാസിയുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മഹാ ഉപായിയും കാഴ്ചമങ്ങിയ പിതാവിനെ പറ്റിച്ച് അനുഗ്രഹം പിടിച്ചു വാങ്ങിയവനും സഹോദരനിൽ നിന്ന് ജ്യേഷ്ഠാവകാശം വിലയ്ക്ക് വാങ്ങിയവനും ഒക്കെയായിരുന്നു. ഏശാവിനെ ഭയന്ന് ഹാരാനിലേക്ക് ഓടിപ്പോകുമ്പോൾ ദൈവത്തിന് യാഗം കഴിക്കുന്നത് പോലും താൻ പോകുന്ന വഴികളിലെല്ലാം കൂടെ ഇരുന്ന് സഹായിക്കുകയും മടക്കി വരുത്തുകയും ചെയ്താൽ ഈ ദൈവം എൻ്റെ ദൈവമായിരിക്കും എന്ന വിചിത്രമായ ഒരു ഉടമ്പടിയോടാണ്. എന്നാൽ ദൈവം അതൊന്നും കണക്കിടാതെ യാക്കോബിനെ സ്നേഹിച്ചു എന്നതാണ് അത്ഭുതം. ഏശാവിനെ പോലെ തന്നെ യാക്കോബും ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെടുവാൻ ഒരിക്കലും യോഗ്യനായിരുന്നില്ല. എന്നാൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ ആത്യന്തിക ഫലം യാക്കോബ് എന്ന ഉപായിയെ ഇസ്രയേലാക്കി ദൈവത്തിൻ്റെ പ്രഭുവാക്കി ദൈവം തീർത്തു എന്നതാണ്. സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും ഓടിക്കൊണ്ടിരുന്ന യാക്കോബ്, ദൈവത്തോട് പോലും മല്ലി പിടിക്കാൻ മടിക്കാത്ത യാക്കോബ് ഒടുവിൽ ദൈവത്തിൻ്റെ മുൻപാകെ പൂർണ്ണമായി സമർപ്പിച്ചു. മുടന്തുള്ളവനായി ഊന്നുവടിയുടെ സഹായത്തോടെ എന്നാൽ ദൈവത്തിൻ്റെ പ്രഭുവായി തിരികെ കനാനിൽ പ്രവേശിക്കുന്നു. ദൈവഭക്തിയോടെ ആയുസ് തികയ്ക്കുന്നു. ഞാൻ യാക്കോബിൻ്റെ ദൈവമാണെന്ന് ദൈവം സ്വയം പരിചയപ്പെടുത്തുന്ന വിധത്തിൽ യാക്കോബ് ദൈവത്തിന് പ്രസാദമുള്ളവനായി തീരുന്നു. തുടർന്ന് കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ ദൈവ പദ്ധതി അനുസരിച്ച് തൻ്റെ വംശാവലിയിൽ മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിനായി യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നു. ഇതായിരുന്നു അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അവരിലൂടെ ഇസ്രയേലിനെയും ദൈവം തിരഞ്ഞെടുത്തതിനും വിശുദ്ധിയിൽ പണിതെടുത്തതിനും പിന്നിലുള്ള അതിമഹത്തായ ദൈവത്തിൻ്റെ ഉദ്ദേശം. സർവശക്തനായ ദൈവത്തിൻ്റെ ദയ ഒരുവനെ തേടി വന്നാൽ പിന്നെ അയാളുടെ സകല അയോഗ്യതകളെ നീക്കിക്കളഞ്ഞ് ദൈവത്തിന് കൊള്ളാകുന്ന ഒരു വ്യക്തിയായി ദൈവം അയാളെ രൂപാന്തരപ്പെടുത്തും. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശവും മറ്റൊന്നല്ല. ക്രിസ്തു നമ്മിൽ ഉരുവാകണം. ഈ ലോകം നമ്മിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തണം. ഇതിനായി നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ പണിയും. നമ്മൾ കർത്താവിനുള്ളവരായിത്തീരും. നാം ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു എന്ന ദൈവത്തിന് വിഷയമല്ല. ഒരു യോഗ്യത അവകാശപ്പെടാനില്ലാത്ത എന്നെയും നിങ്ങളെയും ഈ മഹാദൈവം തൻ്റെ കരുണയാൽ ഉപാധികളില്ലാതെ സ്നേഹിച്ചു എന്നത് മാത്രമാണ് നാം തിരഞ്ഞെടുക്കപ്പെടുവാൻ കാരണം. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മെ ദൈവത്തിന് പണിയുവാനുണ്ട്. ശുദ്ധീകരണം കൂടാതെ ഈ ദൈവത്തെ നമുക്ക് ഒരിക്കലും കാണുവാൻ കഴിയില്ല. തെരുവിൽ നിന്നും എടുത്ത കുട്ടിയെ ഒരു രാജകുമാരനാക്കുന്നതിന് ഒരു രാജാവ് എന്തെല്ലാം പ്രയത്നം ചെയ്യുമെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്നത് ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കി തീർക്കുവാനല്ല. പാപത്തിൽ ആത്മമരണം സംഭവിച്ചിരിക്കുന്ന മനുഷ്യന് ദൈവവചനം അനുസരിക്കുന്നതിന് സ്വയമേവ കഴിയില്ല. പാപോന്മുഖമായ ജീവനിൽ വസിക്കുന്ന മനുഷ്യനെ എത്ര വെടിപ്പാക്കിയാലും പിന്നെയും പാപത്തോടുള്ള ആസക്തി അനുകൂല സാഹചര്യങ്ങളിൽ അവനിൽ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയാക്കുന്നതിനാണ്. ഇത് കേവലം ബാഹ്യമായ ഒരു പരിവർത്തനമല്ല. ഇങ്ങനെ ദൈവകൃപയാൽ വീണ്ടും ജനനം പ്രാപിക്കുന്നവർ ഒരു ശിശു പാൽ കുടിച്ച് വളരും പോലെ ദൈവവചനം നിരന്തരം കേൾക്കുകയും അതിൻ പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവഹിതപ്രകാരം വിശുദ്ധിയിൽ വളരുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇപ്രകാരം പണിയുവാൻ തക്കവണ്ണം നമ്മെ ദൈവത്തിൻ്റെ കാര്യങ്ങളെ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.